ഈ സോഷ്യൽ മീഡിയ സർജ് വന്നപ്പോഴത്തേനും എല്ലാവർക്കും വന്നൊരു വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഏത് ക്യാമറയാണ് സോഷ്യൽ മീഡിയ പർപ്പസിന് ദി ബെസ്റ്റ് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ക്യാമറകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധമാണ് അവിടെയുള്ള ഏറ്റവും വില കുറഞ്ഞ എൻട്രി ലെവൽ ക്യാമറ വാങ്ങിക്കുക എന്നുള്ളത്. എൻട്രി ലെവൽ ക്യാമറയിലെ ഓപ്ഷൻസും ഫീച്ചേഴ്സും പോലും ഒരുപക്ഷെ അവന് ആവശ്യമായിട്ടുള്ളത് ആയിരിക്കില്ല. അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഹയർ എൻഡ് ക്യാമറകളാണ്. ഹയർ എൻഡ് ക്യാമറകളുടെ ഓപ്ഷൻസും അവനെ സംബന്ധിച്ചോളം ആവശ്യമായിരിക്കില്ല. സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് മൊബൈൽ ക്യാമറകളാണ്. മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന ഫ്ലെക്സിബിലിറ്റിയോടുകൂടി നമുക്ക് ഡെഡിക്കേറ്റഡ് മിറർലെസ് സിസ്റ്റങ്ങൾ വന്നാൽ മാത്രമാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയ മിറർലെസ് ക്യാമറ എന്നുള്ളത് ഫങ്ഷണൽ ആവുള്ളൂ. വൺ ഫിറ്റ് ഫോർ ഓൾ സൈസസ് എന്നൊരു ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഭയങ്കര ഡിമാൻഡിങ് ആണ്. സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യമായ ക്യാമറകൾക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട 5 ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. സ്റ്റേ ട്യൂൺഡ്. ഈ സോഷ്യൽ മീഡിയയുടെ ഡെലിവറി പ്ലാറ്റ്ഫോം മൊബൈൽ ഫോൺസ്, ഐപാഡ്, ടാബ്ലറ്റ്സ് അങ്ങനെയൊക്കെ ചെറിയ ഡിസ്പ്ലേ സൈസുകളാണ് എന്നുള്ളത് കൊണ്ട് സത്യത്തിൽ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് വളരെ റെസൊല്യൂഷൻ കുറഞ്ഞ, വളരെ ക്വാളിറ്റി കുറഞ്ഞ കോഡക്കുകളൊക്കെ ഉള്ള ഒരു ക്യാമറ മതിയാകുമെന്നുള്ളതാണ്. നമ്മളൊന്ന് റീതിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വീഡിയോ എഡിറ്റേഴ്സിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് സോഷ്യൽ മീഡിയ വീഡിയോ എഡിറ്റേഴ്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കെയിലിംഗ് അപ്പാണ്. അവരുടെ ഒരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു റിതം, ടെമ്പോ, അതിൻ്റെ ഒരു ഓവറോൾ ഫീല് സെറ്റ് ചെയ്യാനായിട്ട് അവർ കിട്ടുന്ന വീഡിയോകളെ നന്നായിട്ട് ഒരു പക്ഷേ 1x അല്ലെങ്കിൽ ഒരു 2x ഈവൻ 3x വരെയൊക്കെ സ്കെയിൽ ചെയ്ത് വെക്കാറുണ്ട്. അത് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അപ്പീലിങ്ങുമാണ്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് വളരെ ചെറിയ അറ്റൻഷൻ സ്പാനിൽ ആൾക്കാരിത് സ്ക്രോൾ ചെയ്ത് കാണുന്ന സമയത്ത് നല്ല പഞ്ചിൽ വീഡിയോ കയറിപ്പോയാലാണ് സത്യത്തിൽ നമ്മുടെ അറ്റൻഷനെ ഹുക്ക് ചെയ്ത് നിർത്താനായിട്ട് പറ്റുക. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് സ്കെയിലിംഗ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് സത്യത്തിൽ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചോളം റെസൊല്യൂഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഉള്ള ഒരു ക്യാമറ തന്നെ വേണം. ഇനി റെസൊല്യൂഷൻ്റെ കാര്യം പറയുന്ന സമയത്ത് കൂടെ ചിന്തിക്കേണ്ട മറ്റൊരു സാധനമാണ് ഫ്ലെക്സിബിൾ ഫ്രെയിമിംഗ് എന്നുള്ളത്. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് കണ്ടൻറ്റ് വെർട്ടിക്കൽ മാത്രമല്ല ഹൊറിസോണ്ടലും കൂടെ ആവശ്യപ്പെടുന്നവരുണ്ട്. അപ്പോൾ സത്യത്തിൽ ഹൊറിസോണ്ടൽ ഒരു ക്യാമറ, വെർട്ടിക്കൽ ഒരു ക്യാമറ എന്നൊക്കെ പറഞ്ഞ് 2 ക്യാമറ ഒന്നും അഫോർഡ് ചെയ്യാൻ എല്ലാവർക്കും ആവില്ല. കറക്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലിൽ ഷൂട്ട് ചെയ്യുകയും എന്നാൽ റെസൊല്യൂഷൻ കുറവില്ലാതെ പിന്നീട് ക്രോപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ക്യാമറകളാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് പറ്റിയ ക്യാമറകൾ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റെസൊല്യൂഷനിൽ ഓപ്പൺ ഗേറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളാണ് സോഷ്യൽ മീഡിയയ്ക്ക് ബെസ്റ്റ്. കാരണം ഓപ്പൺ ഗേറ്റിൽ ഫുൾ സെൻസറിൻ്റെ റീഡ് ഔട്ട് ഉള്ളത് കൊണ്ട് വെർട്ടിക്കൽ റെസൊല്യൂഷൻ അങ്ങനെ തന്നെ നിൽക്കുകയും പിന്നീട് നമ്മുടെ ഡെലിവറി പ്ലാറ്റ്ഫോമിൻ്റെ ആസ്പെക്ട് റേഷ്യോ അനുസരിച്ചിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ആസ്പെക്ട് റേഷ്യോ മാത്രം പിന്നീട് ക്രോപ്പ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ സത്യത്തിൽ എന്താണോ നമ്മുടെ ഡെലിവറി പ്ലാറ്റ്ഫോമിൻ്റെ ഡിമാൻഡിങ് ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ, ആ ആസ്പെക്ട് റേഷ്യോ ഉള്ള ഒരു സെൻസർ വെച്ച് ഷൂട്ട് ചെയ്തൊരു ഫീല് നമുക്ക് കിട്ടും. ഇന്നത്തെ പുതിയ തലമുറ സെൻസേഴ്സൊക്കെ ഫുൾ ഫ്രെയിമാണ്. ചില ഓപ്ഷനുകളിൽ എസ്പെഷ്യലി ചില വീഡിയോ ഓപ്ഷനിൽ നമുക്ക് ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓപ്പൺ ഗേറ്റ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കി തരാം. നമ്മുടെ ഫുൾ സെൻസർ ഏരിയ സാധാരണഗതിയിൽ ഒരു ഫുൾ ഫ്രെയിം സെൻസർ വരുമ്പോഴത്തേനും അതിൻ്റെ നേറ്റീവായിട്ട് വരുന്ന ആസ്പെക്ട് റേഷ്യോ 3:2 ആണ്. ഇത് ഫുൾ ഫ്രെയിം ക്യാമറയാണ്. ഇതിൻ്റെ ഫുൾ സെൻസർ ഏരിയ നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ് ഫ്രെയിമിൽ. ഈ ഫുൾ സെൻസർ ഏരിയയിൽ നിന്നും ഇമേജിനെ ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് സത്യത്തിൽ നമ്മൾ സിംപ്ലി ഓപ്പൺ ഗേറ്റ് ഫയൽ ക്യാപ്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഓപ്പൺ ഗേറ്റ് റെക്കോർഡിങ്ങിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സെൻസറിലെ എല്ലാ ഫോട്ടോ റിസപ്റ്റേഴ്സിനെയും ഈക്വലി ഉപയോഗിക്കുന്നത് കൊണ്ട് ആ സെൻസറിന് തരാൻ പറ്റുന്ന മാക്സിമം റെസൊല്യൂഷൻ ഇമേജിലുണ്ടാവുകയും പിന്നീട് നമ്മൾ ക്രോപ്പിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വലിയ ഒരു ഫ്ലെക്സിബിലിറ്റി, റെസൊല്യൂഷൻ ലോസ് ആവാതെ ലഭിക്കുകയും ചെയ്യും. ഒരു സോഷ്യൽ മീഡിയ ക്യാമറയ്ക്ക് വേണ്ടുന്ന രണ്ടാമത്തെ മെയിൻ പോയിന്റ് ബ്രില്യൻ്റ് ആയിട്ടുള്ള കളർ സയൻസ് ആണ്. കാരണം സോഷ്യൽ മീഡിയ റൺ ചെയ്യുന്നത് ഒരു പോപ്പുലർ കൾച്ചർ അല്ലെങ്കിൽ പോപ്പ് കൾച്ചർ എന്നറിയപ്പെടുന്ന ഒരു കൾട്ട് കളർ സ്റ്റൈലിലാണ്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള, കോൺട്രാസ്റ്റി ആയിട്ടുള്ള, ഷൈനിങ് ആയിട്ടുള്ള
ഒരു കളർ പ്രൊഫൈലാണ് സത്യത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ പർപ്പസിന് വേണ്ടി വരുന്നത്. സോ ദ കളർ സയൻസ് ഓഫ് ദ ക്യാമറ ഷുഡ് സപ്പോർട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ ഫീൽ ആൻഡ് ടോൺ ഇൻ ഇറ്റ്സ് നേറ്റീവ് കോൺട്രാസ്റ്റ്. അപ്പോൾ കളറിനെ നന്നായിട്ട് നമുക്ക് ട്വീക്ക് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി തരുന്ന ഒരു ക്യാമറയാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റവും ആവശ്യം. ഫോർ എക്സാമ്പിൾ, ക്യാമറയിൽ തന്നെ നമുക്ക് കളറും സാച്ചുറേഷനും കോൺട്രാസ്റ്റും ദ സോ കോൾഡ് ഫോട്ടോ സ്റ്റൈലുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളറിൻ്റെ പാരാമീറ്റേഴ്സിന് നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റുക. അതോടൊപ്പം തന്നെ ലെട്ടുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുക. ആ ലെട്ടിൻ്റെ തന്നെ ഫർദർ കൺട്രോളുകളെ നമുക്ക് നന്നായിട്ട് ട്വീക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുക. കുറേ ഫ്രീ ആയിട്ടുള്ള ലെട്ടുകളെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അപ്ലൈ ചെയ്യാനുള്ള ഒരു എക്കോസിസ്റ്റം ഈ ക്യാമറ തന്നെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ളൊരു ഫ്ലെക്സിബിലിറ്റി കളറുപരമായിട്ട് കിട്ടുന്ന ക്യാമറകളാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഐഡിയൽ ആയിട്ടുള്ള ക്യാമറ. സോഷ്യൽ മീഡിയ ക്യാമറകൾക്ക് വേണ്ടുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇമേജ് സ്റ്റെബിലൈസേഷനാണ്. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ വീഡിയോഗ്രാഫേഴ്സ് പോപ്പുലറൈസ് ചെയ്തിരിക്കുന്ന ഒരു കൾട്ട് മൂവ്മെൻറ്റ് സോഷ്യൽ മീഡിയ റീലുകളുടെ നേച്ചറിനുണ്ട്. ഫോർ എക്സാമ്പിൾ, വളരെ ചെറിയ ഫോട്ടോ സെൻസറുകളും വളരെ ചെറിയ ഫോം ഫാക്ടറുമുള്ള മൊബൈലുകളെ സംബന്ധിച്ചിടത്തോളം മൂവ്മെൻറ്റ് വളരെ ഫ്രീ ഫോമാണ്. അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ട് ഫ്രീ ഫ്ലോയിൽ ചെയ്യുന്ന മൂവ്മെൻറ്റുകൾക്ക് ഇൻസ്റ്റാഗ്രാമിലും മറ്റിതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പെട്ടെന്ന് തന്നെ അറ്റൻഷനെ ക്യാച്ച് ചെയ്യാനും ഒരു പഞ്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള എഫക്റ്റ് ഉണ്ട്. സോ ഇതേ സാധനം പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സ് അവരുടെ പ്രൊഫഷണൽ ക്യാമറയിലേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ എട്ടുന്നിടയിൽ പൊട്ടും. കാരണമെന്ന് പറയുന്നത് മൊബൈലിന് കിട്ടുന്നൊരു ഫ്ലെക്സിബിലിറ്റി ഫോം ഫാക്ടർ വൈസും ഇമേജ് സ്റ്റെബിലൈസേഷൻ വൈസും അവർക്ക് ക്യാമറയിൽ കിട്ടില്ല. കാരണം ഇമേജ് സ്റ്റെബിലൈസേഷൻ വൈസ് സ്പീക്കിംഗ് ക്യാമറയുടെ ബോഡിയുടെ വോളിയം കൂടുന്തോറും ഇമേജ് സ്റ്റെബിലൈസേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു ബേസിക് പ്രിൻസിപ്പിളാണ്. ക്യാമറയുടെ ഫിസിക്കൽ വോളിയം കൂടുന്തോറും നമുക്ക് അതിനകത്ത് ഇമേജ് സ്റ്റെബിലൈസേഷനെ ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഇമേജ് സ്റ്റെബിലൈസേഷൻ തരുന്ന ക്യാമറകൾ വളരെ ചെറിയ ഫോം ഫാക്ടറുള്ള ക്യാമറകളായിരിക്കും. സോ ഒരു സൈഡിൽ മൊബൈൽ വീഡിയോഗ്രാഫേഴ്സ് വളരെ ഗംഭീരമായിട്ട് അവരുടെ കയ്യിൽ കിട്ടുന്ന ഐഫോണും സാംസങ്ങിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്ത് കയറുമ്പോൾ കയ്യിലിരുന്ന പൂമാല നഷ്ടപ്പെട്ടവരെ പോലെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വീഡിയോഗ്രാഫേഴ്സിന് സംഭവിക്കാറുണ്ട്. അവിടെ കളം ഉറപ്പായിട്ടും മാറി ചവിട്ടേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ അവരെ ബ്ലോക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ നാളുകൾ ആഗ്രഹിച്ചും പ്രയത്നിച്ചും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പഠിക്കുകയും അതിനകത്ത് എക്സ്പീരിയൻസ് എടുക്കുകയും ചെയ്തവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മൊബൈലിലേക്ക് മാറണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് മാറുവാൻ പറ്റുന്നതല്ല. കാരണം ഒരു വലിയ ഫോം ഫാക്ടറുള്ള ക്യാമറ തരുന്ന ലെൻസ് ഓപ്ഷൻസ്, ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്, പല ഓപ്പണിങ്ങിൽ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ്, അത് തരുന്നൊരു മാനുവൽ കൺട്രോൾ, അതോടൊപ്പം തന്നെ സെൻസർ ഏരിയകൾ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, സർവോപരി ഒരു ഫുൾ ഫ്രെയിം സെൻസർ തരുന്ന ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡും ഡൈനാമിക് റേഞ്ചും ഒക്കെ ആയിട്ട് ഇമേജിന് മുകളിൽ അവർക്ക് കിട്ടുന്ന വലിയൊരു കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ എക്സിബിറ്റ് ചെയ്യാനായിട്ട് സത്യത്തിൽ മൊബൈൽ ക്യാമറകളിൽ ആസ് ഓഫ് നോ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കത് വരാനായിട്ട് അതിലേക്ക് മാറാനായിട്ട് ഒരു വലിയ ബുദ്ധിമുട്ടുമുണ്ട്. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഐഡിയലി ഫുൾ ഫ്രെയിം ഉള്ള ചെറിയ ഫോം ഫാക്ടറുള്ള ഗംഭീര ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ഒരു മൊബൈൽ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലെൻസുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഐഡിയൽ ആയിട്ടുള്ള ക്യാമറ. നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമൈസ്ഡ് ഫയൽ സിസ്റ്റം ഫോർ സോഷ്യൽ മീഡിയ ആ ക്യാമറയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ വലിയ ക്യാമറകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 4:10 ബിറ്റ് അല്ലെങ്കിൽ 4:0 10 ബിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഹയർ ബിറ്റ് ഡെപ്തിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം MP4 ആണെങ്കിൽ കൂടി നമുക്ക് മൊബൈലിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ മൊബൈൽ ട്രാൻസ്ഫർ ചെയ്താൽ തന്നെ എഡിറ്റ് ചെയ്യാനോ എല്ലാ ക്യാമറകളിലും പറ്റാറില്ല, അല്ലെങ്കിൽ എല്ലാ മൊബൈലുകളിലും പറ്റാറില്ല. അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. സോ അത്യാവശ്യം 10,000 മുതൽ ഒരു 10,60,000 65,000 രൂപ റേഞ്ച് വരുന്ന മിഡ് സെഗ്മെൻറ്റ് മൊബൈൽ ക്യാമറകളിലും ഒക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാനും ഗ്രേഡ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള വളരെ സൈസ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫയൽ സിസ്റ്റം വീഡിയോ വൈസ് ഉള്ള ക്യാമറകളാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് പറ്റുന്ന മിറർലെസ് ക്യാമറകൾ. MP4-നകത്ത് തന്നെ കുറച്ചും കൂടെ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫയൽ ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഐഡിയൽ ഫോർ സോഷ്യൽ മീഡിയ പർപ്പസ്. കാരണം മൊബൈലിലോ അല്ലെങ്കിൽ ടാബിലോ ഒക്കെ എഡിറ്റ് ചെയ്യാനും
അപ്പോൾ തന്നെ റിയൽ ടൈം ആയിട്ട് നമുക്ക് നെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഉള്ള ഫയൽ സിസ്റ്റമാണ് അതിന് വേണ്ടത്. കാരണം സോഷ്യൽ മീഡിയ ഓവറോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മീഡിയമാണ്. എവറി ഡേ നമ്മൾ ക്വാണ്ടിറ്റി ഫ്ലഷ് ഔട്ട് ചെയ്ത് വിട്ടാൽ മാത്രമാണ് അതിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വൈസ് ഏജൻസികൾക്കും ഗുണമുണ്ടാവുക, ഏജൻസികളെ ഫണ്ട് ചെയ്യുന്ന കോർപ്പറേറ്റ് കമ്പനികൾക്കും എന്നാലാണ് ഗുണമുണ്ടാവുക. സോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അപ്ലോഡ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് നടക്കേണ്ടതുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കളർ ഗ്രേഡിംഗ് നടക്കേണ്ടതുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡെലിവറി ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കും കയറേണ്ടതുണ്ട്. സോ എല്ലാവരും കൊണ്ടു നടക്കുന്ന ഡിവൈസ് മൊബൈലും ഐപാഡും ടാബും ഒക്കെ ആണ് എന്നുള്ളത് കൊണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്താലും ഐപാഡിലും മൊബൈലിലും ടാബിലും ഒക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാനും കളർ ചെയ്യാനും പറ്റുന്ന ഒരു ഒപ്റ്റിമൈസ്ഡ് ഫയൽ സിസ്റ്റം ഡെഡിക്കേറ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഉള്ള ക്യാമറകൾ തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി വാങ്ങിക്കേണ്ട ക്യാമറ. സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 5ാമത്തെ ഗുണമാണ് ആപ്പ് കണക്ടിവിറ്റി. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ 4 പോയിന്റുകളെയും ക്ലബ് ചെയ്തിട്ട് ഇതിനെ ഡെലിവറി പോയിന്റിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കിഡിലോസ്കി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എല്ലാ ക്യാമറകൾക്കും സത്യത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണം. ഹൈ റെസൊല്യൂഷൻ മോഡിൽ ഓപ്പൺ ഗേറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നീട് പോസ്റ്റിൽ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആസ്പെക്ട് റേഷ്യോയിൽ 1:1 ആയാലും 3:2 ആണെങ്കിലും ഏത് ആസ്പെക്ട് റേഷ്യോയിലേക്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് റൂമിൽ എന്തെല്ലാം ടൂളുകൾ നമുക്ക് കളർ ഗ്രേഡിങ്ങിന് അവൈലബിൾ ആണോ ആ ടൂളുകൾ ഉപയോഗിച്ചിട്ട് വീഡിയോയിൽ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാനും ലിട്ടുകൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ലിട്ടുകൾ അപ്ലൈ ചെയ്യാനും അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ അപ്ലോഡ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഉള്ള ക്യാമറകളാണ് സത്യത്തിൽ ഏറ്റവും ബെസ്റ്റ് സോഷ്യൽ മീഡിയ ക്യാമറകൾ. കാരണം ക്യാമറ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപ്ചറിങ് ഡിവൈസ് മാത്രമാണ്. അതിനിപ്പുറത്തേക്ക് വളരെ മൊബൈലായിട്ടുള്ള, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള, ഈസി ടു യൂസ് ആയിട്ടുള്ള, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ഉള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് സത്യത്തിൽ ഈ ഷൂട്ട് ചെയ്യപ്പെടുന്ന, ക്യാപ്ചർ ചെയ്യപ്പെടുന്ന കണ്ടൻറ്റുകൾ ഒരു സോഷ്യൽ മീഡിയ സ്പീഡിൽ ഡെലിവർ ചെയ്ത് പോവുള്ളൂ. സോ അതിനുവേണ്ടി മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കളർ ഗ്രേഡിങ്ങോ ഇമേജ് ട്വിക്കിങ്ങോ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകളുടെ ഒറിജിനൽ ഉത്ഭവം വന്നിരിക്കുന്നത് മൊബൈൽ ഫോണുകളിൽ നിന്നാണ്. മൊബൈൽ ഫോണുകളാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയ കണ്ടൻറ്റിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ സ്വഭാവമുള്ള മിറർലെസ് ക്യാമറയാണ് സത്യത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ മിറർലെസ് ക്യാമറയായിട്ട് വേണ്ടി വരുന്നത്. സോഷ്യൽ മീഡിയ പർപ്പസിന് വേണ്ടി ഒരു ബ്രാൻഡ് ഇറക്കുന്ന മിറർലെസ് ക്യാമറയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. മറ്റു പർപ്പസിന് വേണ്ടി ഇറക്കിയിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ എൻട്രി ലെവൽ ക്യാമറയാണെന്നുണ്ടെങ്കിലും ഹയർ എൻഡ് ക്യാമറയാണെന്നുണ്ടെങ്കിലും അത് 2 പർപ്പസുകൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ക്യാമറകളാണ്. അതിനെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് മെരുങ്ങി വരണമെന്നില്ല. സോ ബ്രാൻഡുകളെ സംബന്ധിച്ചിടത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടും സോഷ്യൽ മീഡിയ പർപ്പസിന് വേണ്ടി ആ ഒരു എക്കോസിസ്റ്റത്തിൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ക്യാമറകളുണ്ടെങ്കിൽ ആ ക്യാമറകൾ തന്നെയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അങ്ങനെ ഈ 5 പോയിന്റുകൾ ഉള്ള ക്യാമറകളാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ബെസ്റ്റ് ക്യാമറകൾ. ഇന്ന് പല ബ്രാൻഡുകളും നല്ല ബ്രില്യൻറ്റ് സോഷ്യൽ മീഡിയ ക്യാമറകൾ ഇറക്കുന്നുണ്ട്. അതിൽ ചിലത് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ദോസ് ബ്രാൻഡ് നെയിംസ് ഇൻ ദ കമൻറ്റ് ബോക്സ്. സ്റ്റേ ട്യൂൺഡ്.